ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിന്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തെ മതിലിടിഞ്ഞു താഴ്ന്നു. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച മതിൽ ഓവുചാലിലേക്ക് വീണതോടെ ഓവുചാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും നിലയത്തിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാതാവുകയും ചെയ്തു. ചെങ്കല്ലുകൾ കൊണ്ട് 5 മീറ്ററിലധികം കെട്ടിയുയർത്തിയ മതിലാണ് ഓവുചാലിലേക്ക് വീണത്. ഇതോടെ ഓവുചാലിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും നിലയത്തിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാതാവുകയും ചെയ്തു. കാലങ്ങളായി ഇരിട്ടി അഗ്നിരക്ഷാ നിലയം പ്രവർത്തിച്ചു വരുന്നത് ഇരിട്ടി താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിലാണ്. അഗ്നിരക്ഷാ നിലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള സ്ഥലം ഇറിഗേഷൻ വകുപ്പിൽ നിന്നും ലഭ്യമായിട്ടുണ്ടെങ്കിലും ഉത്തരവുകൾ വൈകുന്നത് കെട്ടിട നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഇതുമൂലം ദിനംപ്രതി തകർച്ചയിലായ പഴയ താലൂക്ക് ആശുപത്രി കെട്ടിടമാണ് നാടിന്റെ രക്ഷകർക്ക് ആശ്രയമായുള്ളത്. 7ഓളം വാഹനങ്ങൾ സ്വന്തമായുള്ള ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുകയാണ്. താൽക്കാലികമായി കെട്ടിയുയർത്തിയ ഗ്യാരേജിലാണ് ചെറുതും വലുതുമായ രക്ഷാവാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെ ഉപയോഗിച്ചു വരുന്ന ഫയർഫോഴ്സിന്റെ ജീപ്പ് പാർക്ക് ചെയ്തിരുന്ന ഗ്യാരേജാണ് ഇപ്പോൾ മതിൽ ഇടിഞ്ഞതോടെ വലിയ അപകട ഭീഷണിയിലുള്ളത്. സമീപത്തെ മതിൽ ഏത് നിമിഷവും നിലംപതിക്കുമെന്ന അവസ്ഥയിലുമാണ്. കഴിഞ്ഞ ദിവസം മതിലിൽ വിള്ളൽ കണ്ടതിനാൽ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ജീപ്പ് ഇവിടെ നിന്നും മാറ്റുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉൾപ്പെടെയുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു.